ഹരി ഓം. ശ്രീരാമജയം. ഗർഗമുനിയാൽ രചിക്കപ്പെട്ട ഗർഗഭാഗവതം. അതിലെ 10 അധ്യായങ്ങൾ നമ്മൾ ഇതുവരെ ചൊല്ലിക്കഴിഞ്ഞു. 11-ാം അധ്യായം ശ്രീകൃഷ്ണാവതാരമാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ തുടങ്ങിയത്. ഇന്നും അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് നോക്കുന്നത്. പ്രാർത്ഥനയോടെ തുടങ്ങാം. ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേത്. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. ശരദ്ദിഗജപങ്കജ ശ്രിയമതീവ വിദ്വേഷകം മിളിന്ദമുനിസേവിതം കുലിശകഞ്ചചിഹ്നാവൃതം സ്ഫുരത്കനകനൂപുരം ദളിതഭക്തതാപത്രയം ചലദ്യുതിപദദ്വയം ഹൃദി ദധാമി രാധാപതേ. വദനകമലനിര്യദ്യസ്യ പീയൂഷമാദ്യം പിബതി ജനവരോऽयं പാതു സോऽयं ഗിരം മേ. ബദരിവനവിഹാരः സത്യവത്യാः കുമാര പ്രണതദുരിതഹാരः ശർഗധന്വാവതാരः. സാക്ഷാൽ നരനാരായണന്മാരെയും സരസ്വതീ ദേവിയെയും വ്യാസഭഗവാനെയും ശ്രീകൃഷ്ണ ഭഗവാനെയും രാധാദേവിയെയും മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഭഗവാന്റെ ആ പാദപത്മങ്ങളിൽ ശിരസ് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ശ്രീകൃഷ്ണാവതാരം 11-ാം അധ്യായം നോക്കാം. ഭാദ്രപദ മാസം കൃഷ്ണപക്ഷം ബുധനാഴ്ച, രോഹിണീ നക്ഷത്രം, ഹർഷണയോഗം, വൃഷലഗ്നം, അഷ്ടമി തിഥിയിൽ അർദ്ധരാത്രി ലോകം ഇരുട്ടിൽ മൂടിയിരിക്കുമ്പോൾ ചന്ദ്രോദയ സമയത്ത് വസുദേവഗൃഹത്തിൽ ദേവകിയുടെ ഗർഭാശയത്തിൽ നിന്നും സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ അവതരിച്ചു. പരിപൂർണതമനായ ശ്രീകൃഷ്ണ ഭഗവാൻ അവതരിച്ചിരിക്കുന്നു. നീ ഭഗവാനെ അവതരിച്ച സമയത്ത്, ജനിച്ച സമയത്ത് എങ്ങനെയായിരുന്നു എന്നാണ് ഇനിയുള്ള വരികളിൽ പറയുന്നത്. സ്ഫുരദക്ഷി വിചിത്രഹാരിണം വിലസത് കൗസ്തുഭരത്നധാരിണം പരിധിദ്യുതിനൂപുരാംഗദം ധൃതബാലാർക്കകിരീടകുണ്ഡലം. കഴുത്തിൽ പ്രകാശമാനവും സ്വച്ഛവും വിചിത്രവുമായ മാല, വക്ഷസ്ഥലത്തിൽ ശോഭാപ്രഭ സമന്വിതമായ സുന്ദര കൗസ്തുഭമണിയും രത്നമാലയും, കാലുകളിൽ ചിലങ്ക, ഭുജങ്ങളിൽ ആഭരണങ്ങൾ എന്നിവ ധരിച്ച ഭഗവാൻ മണ്ഡലാകാരമായ പ്രഭാപൂരത്തിൽ ശോഭിച്ചു. ചലദദ്ഭുതവർണികങ്കണം തടിദൂർജിതഗുണമേഖലാഞ്ചിതം മധുഭൃദ്ധ്വനിപദ്മമാലിനം നവജാംബൂനദദിവ്യവാസസം സതടിദ്ധനദിവ്യസൗഭഗം ചലനീലാലകവൃന്ദബൃന്മുഖം ചലദം ശ്രുതമോഹരം പരം ശുഭദം സുന്ദരമംബുജേക്ഷണം കൃതപത്രവിചിത്രമണ്ഡലം സതതം കോടിമനോജമോഹനം പരിപൂർണതമം പരാത്പരം കലവേണുധ്വനിവാദ്യതത്പരം. കയ്യിൽ ജ്വലിക്കുന്ന അഗ്നിയെപ്പോലെയുള്ള അത്ഭുതകരമായ വള ഇളകുന്നുണ്ടായിരുന്നു. തലയിൽ കിരീടം, കാതിൽ കുണ്ടലയുഗളം എന്നിവ ബാലസൂര്യനെ പോലെ തിളങ്ങുന്നുണ്ടായിരുന്നു. അരക്കെട്ടിലുള്ള അരഞ്ഞാണം അത്യധികം തിളങ്ങുന്നതായിരുന്നു. കഴുത്തിൽ താമരയുടെ മാല ശോഭിച്ചിരുന്നു. ശ്യാമസുന്ദരമായ ശരീരത്തിൽ ശോഭിച്ചിരുന്ന ആ പീതാംബരം മേഘങ്ങളിലെ മിന്നൽ പിണർ പോലെ തോന്നിയിരുന്നു. നെറ്റിയിൽ കറുത്തിരുണ്ട മുടിയുടെ ചുരുൾ ആടിക്കളിച്ച് ശോഭിക്കുന്നുണ്ടായിരുന്നു. മുഖചന്ദ്രന്റെ ചഞ്ചലരശ്മികൾ അവിടുത്തെ സമ്പൂർണ്ണ അന്ധകാരം ദൂരീകരിച്ചിരുന്നു. ആ പരമസുന്ദരവും ശുഭദവുമായ മുഖം പ്രഫുല്ല ഇന്ദീവരം പോലെ നേത്രയുഗ്മങ്ങളാൽ ശോഭിതമായിരുന്നു. ആ മുഖം മനോഹരമായി അലങ്കരിക്കപ്പെട്ടിരുന്നതിനാൽ കോടിക്കണക്കിന് കാമദേവന്മാരെ മോഹിപ്പിക്കുന്നതായിരുന്നു.
പരിപൂർണതമനും പരാത്പരനുമായ ഭഗവാൻ മധുരമായി ഓടക്കുഴൽ വിളിക്കുന്നതിൽ മുഴുകിയിരുന്നു. ഭഗവാൻ ജനിച്ച സമയത്ത് ഭഗവാനെ എങ്ങനെയാണ് വസുദേവനും ദേവകി മാതാവും കണ്ടതെന്ന് ഗർഗമഹർഷി ഇവിടെ വർണ്ണിക്കുകയാണ്. തമവേക്ഷ്യ സുതം യദുത്തമോ ഹരിജന്മോത്സവഭുല്ലലോചനാം അഥ വിപ്രജനേഷു ചാശു വൈ നിയുതം സന്മനസാഗവാം ദദൗ. ഇങ്ങനെ ഇപ്രകാരമുള്ള തൻ്റെ പുത്രനെ ദർശിച്ചിട്ട് യദുകുലതിലകനായ വസുദേവന്റെ കണ്ണുകളിൽ ഭഗവാൻ പ്രത്യക്ഷനായതിൻ്റെ സന്തോഷം കൊണ്ട് തിളങ്ങി. അദ്ദേഹം അപ്പോൾ തന്നെ ബ്രാഹ്മണർക്ക് 1,00,000 പശുക്കളെ മനസ്സുകൊണ്ട് ദാനം ചെയ്തു. ഹരിമാനകദുന്ദുഭിസ്തവൈം സ്തതമനന്തം പ്രണിപത്യ വിസ്മിതം അകരോദുദിത പ്രബോധയോ ഗതഭീസൂതിഗൃഹേ കൃതാഞ്ജലിം. അതോടെ വസുദേവരുടെ സകല ഭയവും ഇല്ലാതായി എന്നാണ് പറയുന്നത്. അദ്ദേഹം അത്യന്തം വിസ്മിതനായി കൈകൂപ്പിക്കൊണ്ട് ആദിയും അന്തവുമില്ലാത്ത ആ ഭഗവാനെ പ്രണമിച്ച് ദിവ്യ സ്തോത്രങ്ങളാൽ സ്തുതിക്കുവാൻ തുടങ്ങി. ശ്രീ വസുദേവ ഉവാച ഏകോ യഃ പ്രകൃതി ഗുണൈരനേകധാസി ഹർത്താ ത്വം ജനക ഉദാസ്യ പാലകസ്ത്വം നിർലിപ്തസ്ഫടിക ഇവാദ്യദേഹവർണ്ണൈ തസ്മൈ ശ്രീഭുവനപതേ നമാമി തുഭ്യം. വസുദേവരുടെ സ്തുതിയാണ്. അല്ലയോ ഭഗവാനെ, അങ്ങ് ഏകനും അദ്വിതീയനും പരബ്രഹ്മ പരമാത്മാവും പ്രകൃതിക്ക് അതീതനുമാണെങ്കിലും അങ്ങേക്ക് അനേകനാകാൻ സാധിക്കും. അവിടുന്ന് ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവും പാലകനും സംഹാരകനുമാണ്. ഹേ ആദിദേവ, ഹേ ത്രിഭുവനപതി, പരമാത്മാവെ, സ്ഫടികം വർണ്ണങ്ങളാൽ ലിപ്തമാവാത്തതുപോലെ അവിടുന്ന് ദേഹവർണ്ണങ്ങളാൽ നിർലിപ്തനായി സ്ഥിതി ചെയ്യുന്നു. ആ വിധത്തിൽ സ്ഥിതി ചെയ്യുന്ന അങ്ങേക്ക് എൻ്റെ നമസ്കാരം. ഏതസുഹ്യനല ഇവാത്ര വർത്തമാനോ യോന്തസ്തോ ബഹിരപി ചാംബരം യഥാ ഹി ആധാരോ ധരനിരിവാസ്യ സർവസാക്ഷി തസ്മൈ തേ നമ ഇവ സർവഗോ നഭസ്വാൻ. ഏത് വിധത്തിലാണോ ഇന്ധനത്തിൽ അഗ്നി ഒളിച്ചിരിക്കുന്നത്, അതേപോലെ അവിടുന്ന് ഈ സമ്പൂർണ്ണ ലോകത്തിലും അദൃശ്യ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. ആകാശം അകത്തും പുറത്തും സ്ഥിതി ചെയ്യുന്നത് പോലെ അങ്ങ് എല്ലാവരുടെയും അകത്തും പുറത്തും സ്ഥിതി ചെയ്യുന്നു. അവിടുന്ന് ഭൂമിയെപ്പോലെ ഈ മുഴുവൻ ലോകത്തിൻ്റെയും ആധാരമാണ്, എല്ലാത്തിൻ്റെയും സാക്ഷിയാണ്. ഭൂഭാരോദ്ഭടഹരണാർത്ഥമേവ ജാതോ ഗോദേവദ്വിജ നിജവത്സപാലകോ അസി ഗേഹേ മേ ഭുവി പുരുഷോത്തമോത്തമസ്ത്വം കസ്മാൻ മാം ഭുവനപതേ പ്രപാഹി പാപാത്. വായുവിനെ പോലെ സർവഗതനുമാണ് അങ്ങ്. പശു, ദേവത, ബ്രാഹ്മണൻ, സ്വന്തം ഭക്തന്മാർ, പശുക്കുട്ടികൾ എന്നിവരെ പാലിക്കുന്നവനുമാണ്. ഭൂഭാരം തീർക്കാൻ വേണ്ടിയാണ് അവിടുന്ന് അവതരിച്ചിരിക്കുന്നത്. അങ്ങ് എല്ലാവരിലും ശ്രേഷ്ഠനായ പുരുഷോത്തമനാണ്. അല്ലയോ ജഗദീശ്വര, പാപിയായ കംസനിൽ നിന്നും എന്നെ രക്ഷിക്കൂ. ശ്രീ നാരദ ഉവാച പരിപൂർണതമം സാക്ഷാത് ശ്രീകൃഷ്ണം ശ്യാമസുന്ദരം ജ്ഞാത്വാ നത്വാഥ തം പ്രാഹ ദേവകീ സർവദേവതാം. നാരദമുനി പറയാണ്, അല്ലയോ മിഥിലാപതി, തൻ്റെ വീട്ടിൽ പ്രത്യക്ഷനായിരിക്കുന്നത് പരിപൂർണതമനായ സാക്ഷാത് ശ്യാമസുന്ദരൻ ശ്രീകൃഷ്ണനാണെന്ന് സർവദേവതാ സ്വരൂപിണിയായ ദേവകീ ദേവിക്കും മനസ്സിലായി. അതിനാൽ ദേവിയും ഭഗവാനെ സ്തുതിക്കുവാൻ തുടങ്ങി. ശ്രീ ദേവക്യുവാച ഹേ കൃഷ്ണ, ഹേ വിഗണിതാണ്ഡപദേ പരേശ ഗോലോകധാമധിഷണധ്വജ ആദിദേവ പൂർണേശ പൂർണപരിപൂർണതമ പ്രഭോ മാം തും പാഹി പാഹി പരമേശ്വര കംസപാപാത്. ദേവകീ ദേവിയും സ്തുതിക്കുന്നത്, അല്ലയോ സച്ചിദാനന്ദ സ്വരൂപനായ ശ്രീകൃഷ്ണ ഭഗവാനെ, അഗണിത ബ്രഹ്മാണ്ടങ്ങളുടെ അധിപതി, ഹേ പരമേശ്വര, ഹേ ഗോലോകവാസ, ഹേ ആദിദേവ, ഹേ പൂർണ്ണരൂപ, ഹേ പരിപൂർണതമ, അല്ലയോ പ്രഭോ,
അവിടുന്ന് പാപിയായ കംസന്റെ ഭയത്തിൽ നിന്നും എന്നെ രക്ഷിക്കണമേ എന്നാണ്. ശ്രീ നാരദ ഉവാച തശ്രുത്വാ ഭഗവാൻ കൃഷ്ണ പരിപൂർണതമസ്വയം സസ്മിതോ ദേവകീം ശൗരീം പ്രാഹസദ്വിജിനാർദ്ദനഃ. നാരദമുനി തുടരുകയാണ്, അല്ലയോ രാജാവേ, അപ്പോൾ മാതാപിതാക്കളായി സ്ഥിതി ചെയ്യുന്ന വസുദേവ ദേവകിന്മാരിൽ നിന്നും ഇങ്ങനെയുള്ള സ്തുതികൾ കേട്ടിട്ട് പാപനാശകനായ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ മന്ദം മന്ദം ചിരിച്ചുകൊണ്ട് അവരോട് ഇപ്രകാരം അരുളി ചെയ്തു. ശ്രീ ഭഗവാനുവാച ഇയം ച പൃശ്നീപതിദേവതാ ച ത്വം പൂർവസർഗേ സുതപാ പ്രചാർത്ഥി ബ്രഹ്മാജ്ഞയാ ദിവ്യതപോ യുവാഭ്യാം കൃതം പരം നിർജ്ജലഭോജനാഭ്യാം കാലേഥ മന്വന്തരകേ വ്യതീതേ തപഃ പരം തത്തപസ പ്രചാർത്ഥി തദാ പ്രസന്നോ യുവയോരഭൂവം വരം പരം ബ്രൂതമയാ തദോക്തും. ശ്രുത്വാ യുവാഭ്യാം കഥിതം തദൈവ ഭൂയാത് സുതസ്ത്വത്സദൃശഃ കിലാവയോ തഥാസ്തു ചോക്ത്വാ തഗതേ മയി പ്രജാ പതീഹ്യഭൂതം സുകൃതേന ദമ്പതി. ശ്രീകൃഷ്ണ ഭഗവാൻ അവരുടെ ആ സ്തുതി കേട്ടിട്ട് അതീവ പ്രസന്നനായിട്ട് ഭഗവാൻ പറയുകയാണ്, മുമ്പത്തെ ജന്മത്തിൽ നിങ്ങൾ പ്രശ്നി മാതാവും സുതപസ്സും ആയിരുന്നു. നിങ്ങൾ രണ്ടുപേരും സന്താനത്തിന് വേണ്ടി ബ്രഹ്മാവിന്റെ ആജ്ഞ അനുസരിച്ച് അന്നവും ജലവും ഉപേക്ഷിച്ച് കഠിനമായ തപസ് ചെയ്തു. ഒരു മന്വന്തര കാലം ഏകദേശം 30 കോടിയിലധികം മനുഷ്യവർഷങ്ങൾ കഴിഞ്ഞിട്ടും നിങ്ങളുടെ തപസ് തുടർന്നു. അപ്പോൾ ഞാൻ നിങ്ങളിൽ പ്രസന്നനായി പ്രത്യക്ഷപ്പെട്ട് വരം ചോദിക്കുവാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ നിങ്ങൾ ഉടനെ പറഞ്ഞു, അല്ലയോ പ്രഭു, ഞങ്ങൾക്ക് അങ്ങയെപ്പോലെയുള്ള പുത്രനുണ്ടാവണം, അതാണ് ഞങ്ങളുടെ ആവശ്യം എന്ന്. അപ്പോൾ ഞാൻ തഥാസ്തു എന്ന് പറഞ്ഞ് അപ്രത്യക്ഷനായി. അത് കഴിഞ്ഞ് ദമ്പതിമാരായ നിങ്ങളുടെ പുണ്യകർമ്മങ്ങൾ കാരണം നിങ്ങൾ മാതാപിതാക്കളായി. എനിക്ക് തുല്യനായി ഒരിക്കലും ആരും തന്നെ ഇല്ലാത്തത് കൊണ്ട് ജഗദീശ്വരനായ ഞാൻ തന്നെ നിങ്ങളുടെ പുത്രനായി. അപ്പോൾ പൃശ്നി ഗർഭൻ എന്ന പേരാണ് ഞാൻ സ്വീകരിച്ചിരുന്നത്. നമത്സമകോപി സുതോ ജഗത്യലം വിചാരതദ്വാമഭവം പരേശ്വര ശ്രീപ്രശ്നിഗർഭോ ഭുവി വിശ്രുത പുനർ ദ്വിതീയകാലേഹമുപീന്ദ്രവാമന തഥാഭവം ഹൃദ്യതേന പരാത്പരോ നീത്വാഥ മാം പ്രാപയ നന്ദമന്ദിരം അതോ ന ഭൂയാത് ഭയമൗഗ്രസേനത സുതാം സമാദായ സുഖീ ഭവിഷ്യതാം. പിന്നീട് അങ്ങനെ അപ്പോൾ പൃശ്നി ഗർഭനായി അവതരിച്ചു. അതിനുശേഷം കശ്യപനും അതിഥിയുമായിട്ട് നിങ്ങൾ പുനർജനിച്ചപ്പോൾ ഞാൻ വാമന രൂപത്തിലുള്ള ഉപേന്ദ്രനായി അവതരിച്ചു. ഈ ജന്മത്തിലും പരാത്പര പരമേശ്വരനായി ഞാൻ നിങ്ങളുടെ പുത്രനായി പ്രത്യക്ഷനായിരിക്കുകയാണ്. എന്നെ നന്ദഭവനത്തിൽ കൊണ്ടുചെന്ന് ആക്കിയാലും അതോടെ ഇരുവരും കംസന്റെ ഭയത്തിൽ നിന്നും മോചിതരാകും. എനിക്ക് പകരമായി നന്ദഗോപരുടെ പെൺകുട്ടിയെ ഇങ്ങോട്ട് എടുത്തുകൊണ്ടുവന്ന് താങ്കൾ സുഖമായിരുന്നാലും എന്നാണ് ഭഗവാൻ അപ്പോൾ അവരോട് പറഞ്ഞത്. ശ്രീ നാരദ ഉവാച തുഷ്ണീം ഭൂത്വാ ഹരിസ്തത്ര തദ്ഭൂയ പശ്യതോസ്തതയോ ദൃശ്യം ഹ്യപ്രകടം കൃത്വാ ബലോഭൂത് കൗ യഥാ നടഃ പ്രേംഖേത് കൃത്വാഥ തം ശൗരിര്യാവത് ഗന്തും സമുദ്യത താവത് വ്രജേ നന്ദപത്ന്യാം യോഗമായാ ജനിസ്വതഃ. നാരദമുനി തുടരുകയാണ്, ഇപ്രകാരം പറഞ്ഞ ഭഗവാൻ നിശബ്ദനാവുകയും തുടർന്ന് കുട്ടിയായി മാറുകയും ചെയ്തു. വസുദേവനും ദേവകിയും ഇതെല്ലാം നോക്കിക്കണ്ടുകൊണ്ടിരുന്നു. കുട്ടിയായി മാറിയ ശ്രീകൃഷ്ണ ഭഗവാനെ വസുദേവർ തൊട്ടിലിൽ കിടത്തി. അതേസമയം മഹാവനത്തിൽ നന്ദഗൃഹത്തിൽ നന്ദപത്നിയായ യശോദയുടെ ഗർഭാശയത്തിൽ നിന്നും ഭഗവാന്റെ നിർദ്ദേശപ്രകാരം
യോഗമായ ചെറിയ പെൺകുട്ടിയായി പുറത്തു വന്നു. തയാ ശയാനേ വിശ്വസ്മിൻ രക്ഷകേഷു സ്വപത്സു ച ദ്വാര ഉദ്ഘാടിതാ സർവാ പ്രസ്ഫുടശൃംഖലാർഗലാ നിർഗതേ വസുദേവ ച മൂർധനി ശ്രീകൃഷ്ണശോഭിതേ സൂര്യോദയേ യഥാ സദ്യസ്തമോന ശോഭവത്സദാ. ഭഗവാന്റെ മായാശക്തി കാരണം കാവൽക്കാരടക്കം എല്ലാവരും ഗാഠനിദ്രയിലാണ്ടു. കാരാഗൃഹത്തിന്റെ ചങ്ങലകളും പൂട്ടുകളും തനിയെ അഴിഞ്ഞു പോവുകയും വാതിലുകൾ തനിയെ തുറക്കപ്പെടുകയും ചെയ്തു. വസുദേവർ ഭഗവാനെ ആ കുഞ്ഞു തൊട്ടിലിൽ കിടത്തി തലയിൽ വെച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങുമ്പോൾ തന്നെ സൂര്യോദയത്തോടെ ഇരുട്ട് അകലുന്നതുപോലെ വസുദേവന്റെ മനസ്സിലുള്ള അജ്ഞതയും പുറത്തുള്ള അന്ധകാരവും പെട്ടെന്ന് ഇല്ലാതായി. ഖനീഷു വ്യോംനി വർഷത്സു സഹസ്രവദനസ്വരാട് നിവാരയൻ ദീർഘഭണൈരാസരം ശൗര്യമന്വഗാത് ഊർമ്യാവർത്താകുലാവേഗൈ സിംഹസർപ്പാദിവാഹിനി സദ്യോ മാർഗം ദദൗ തസ്മൈ കാളിന്ദീ സരിതാംബരാം. ആകാശത്ത് മേഘങ്ങൾ തടിച്ചുകൂടുകയും ചാറ്റൽ മഴയുണ്ടാവുകയും ചെയ്തു. അപ്പോൾ അനേകം ഭണങ്ങളുള്ള ശേഷൻ തന്റെ പത്തി വിടർത്തി മഴയെ തടഞ്ഞു നിർത്തിക്കൊണ്ട് വസുദേവരുടെ പിന്നാലെ പോയി. ശക്തിയായ ഒഴുക്ക് കാരണം യമുനയിൽ ഓളങ്ങളും ചുഴികളും നിറഞ്ഞിരുന്നു. അത് സിംഹത്തെ പോലെയുള്ള വലിയ മൃഗങ്ങളെ പോലും ഒഴുക്കിക്കളയുന്നതായിരുന്നു. നന്ദവ്രജം സമേത്യാസൗ പ്രസുപ്തം സർവതഃ പുരം ശിശും യശോദാ ശയനേ നിധായാശു ദദർശതാം തത്സുതാം സമുപാദായ പുനർഗേഹാ ജഗാമസ തീർത്ഥശ്രീയമുനാം ശൗരി സ്വകാരേ പൂർവവത് സ്ഥിതാം. പക്ഷേ യമുനാ നദി ഭഗവാനെ കൊണ്ടുപോകാനായിട്ട് രണ്ട് ഭാഗത്തേക്കും വെള്ളത്തെ മാറ്റി നിർത്തിക്കൊണ്ട് വഴി സുഖമായി നടന്നു പോകുവാനായി വഴിയുണ്ടാക്കി കൊടുത്തു എന്നാണ് പറയുന്നത്. നന്ദഗോപരുടെ വീട്ടിൽ എല്ലാവരും നല്ല ഉറക്കമായിരുന്നു. അവിടെ ചെന്ന് വസുദേവൻ ഭഗവാനെ യശോദാ മാതാവിൻ്റെ അടുത്ത് കിടത്തിയിട്ട് യശോദയുടെ അടുത്തുണ്ടായിരുന്ന ആ പെൺകുട്ടിയെ കയ്യിലെടുത്തുകൊണ്ട് മുൻപത്തെ പോലെ തന്നെ യമുന കടന്ന് സ്വന്തം വാസസ്ഥലത്തേക്ക് തിരിച്ചു വന്നു. സുതം സുതാം വാജാതം ന ജ്ഞാത്വാ ഗോപീ യശോമതി പരിശ്രാന്താ സ്വശയനേ സുഷ്വാപനന്ദനിദ്രയാം അഥ ബാലധ്വനിം ശ്രുത്വാ രക്ഷകാ സമുപസ്ഥിതാഃ ഊചൂ കംസായ വീരായ ഗത്വാ തദ്രാജമന്ദിരം സൂതീഗൃഹം ത്വരം പ്രാഗാത് കംസോ വൈ ഭയകാതരഃ സ്വസ്വാർത്ഥപ്രാതരം പ്രാഹരുദതി ദീനവത്സദീം. അവിടെ മഹാവനത്തിൽ തനിക്കൊരു പുത്രനോ പുത്രിയോ ഉണ്ടായി എന്ന് മാത്രമേ യശോദാ മാതാവിന് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. വസുദേവ ഗൃഹത്തിൽ കുട്ടിയുടെ കരച്ചിൽ കേട്ടപ്പോൾ എല്ലാവരും ഉണർന്നു. കാവൽക്കാരൻ എഴുന്നേറ്റ് പോയി കുട്ടി ജനിച്ച കാര്യം കംസനെ അറിയിച്ചു. അത് കേട്ടപ്പോൾ തന്നെ കംസൻ ഭയഭീതനായി പ്രസവമുറിയിലേക്ക് ഓടിച്ചെന്നു. അപ്പോൾ സതിയും സാധ്യയുമായ സഹോദരി ദേവകി മാതാവ് കരഞ്ഞുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു. ദേവക്യുവാച സുതാമേകാം ദേഹി മേ ത്വം പുത്രേഷു പ്രമൃതേഷു ച സ്ത്രിയം ഹന്തും ന യോഗ്യോസി ഭ്രാതസ്ത്വം ദീനവത്സല തേനുജാഹം ഹതസുതാ കാരാഗാരേ നിപാതിതാ ദാതുമർഹസി കല്യാണീം തനുജാം ച മേ. ദേവകി മാതാവ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്, അല്ലയോ സഹോദര, താങ്കൾ ദീനദുഃഖിതരോട് സ്നേഹവും അഭയവും കാണിക്കുന്നവനാണ്. ഞാൻ അങ്ങയുടെ സഹോദരിയായിട്ടും കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. എൻ്റെ എല്ലാ പുത്രന്മാരും കൊല്ലപ്പെട്ടു. മക്കളെല്ലാം കൊല്ലപ്പെട്ട ഒരു ദൗർഭാഗ്യവതിയായ മാതാവാണ് ഞാൻ. ഈ കുട്ടിയെ എനിക്ക് ഭിക്ഷയായി തന്നാലും ഇവൾ പെണ്ണാണ്.
പെണ്ണിനെ വധിക്കുന്നത് താങ്കളെപ്പോലെയുള്ള വീരന്മാർക്ക് യോജിച്ചതല്ല. മംഗളകാരിയായ സഹോദര, ശ്രേഷ്ഠയായ ഈ കുട്ടിയെ എനിക്ക് തന്നാലും അതായിരിക്കും താങ്കൾക്ക് അനുയോജ്യം. ദേവകി മാതാവ് വീണ് കരഞ്ഞു പറയുകയാണ്. ശ്രീനാരദ ഉവാച അശ്രുമുഖ്യാ മോഹിതയാ സമാചാദ്യാത്മജാം ബഹു പ്രാർത്ഥിതോ വിനിർഭസ്യതാം സ ആചിച്ഛേദഹലാം കുസംഗനിരത പാപഖലോ യദുകുലാഥമ സ്വസുസുതാം ശിലാപൃഷ്ഠേ ഗൃഹീത്വാം ഹ്യോർണ്യപാതയത്. നാരദമുനി തുടരുകയാണ്. ദേവകിയുടെ മുഖത്തിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്നുണ്ടായിരുന്നു. ദേവകി മാതാവ് കുട്ടിയെ മാറോട് ചേർത്ത് ഒളിപ്പിച്ചുകൊണ്ട് വിനയഭാവത്തിൽ കംസനോട് വീണ്ടും വീണ്ടും അപേക്ഷിച്ചു കൊണ്ടേയിരുന്നു. എന്നിട്ടും ആ ദുഷ്ടനായ കംസൻ സഹോദരിയെ തട്ടിമാറ്റിക്കൊണ്ട് അവരുടെ മടിയിലിരുന്ന കുട്ടിയെ തട്ടിയെടുത്തു. കംസൻ യദുകുലത്തിന്റെ കളങ്കവും മഹാനീചനുമായിരുന്നു. എപ്പോഴും ചീത്തയായ കൂട്ടുകെട്ടുകൾ കാരണം കംസന്റെ ജീവിതം പാപമയമായിരുന്നു. ആ ദുരാത്മാവ് സ്വന്തം സഹോദരിയുടെ കുട്ടിയുടെ 2 കാലുകളും പിടിച്ച് അവളെ ശിലയിലേക്ക് അടിക്കുവാൻ വേണ്ടി ഓങ്ങി. കംസഹസ്താത് സമുത്പത്യ ത്വരം സാ ചാംബരാഗത ശതചക്രേ രഥേ ദിവ്യേ സഹസ്രഹയസേവിതേ ചാമരാന്തോലിതേ ശുഭ്രേ സ്ഥിതാ ദൃശ്യത ദിവ്യദൃക് സായുധാഷ്ടഭുജാ മായാ പാർഷദൈ പരിസേവിതാ ശതസൂര്യപ്രതീകാശാം കംസമാഹ ഘനസ്വനാം. അപ്പോൾ പെട്ടെന്ന് തന്നെ കംസന്റെ കയ്യിൽ നിന്നും പിടിവിടുവിച്ച് അവൾ ആകാശത്തേക്ക് പോയി 1000 കുതിരകളാൽ കെട്ടപ്പെട്ട ദിവ്യശതപത്രരഥത്തിലിരുന്നു. അതിൽ കമനീയമായ പട്ട് വിരിച്ചിരുന്നു. അവിടെ ഇരുന്നു കൊണ്ട് ദിവ്യരൂപം ധരിച്ചു. അപ്പോൾ ദേവിക്ക് 8 കൈകളുണ്ടായിരുന്നു. 8 കൈകളിലും ദിവ്യമായ ആയുധങ്ങൾ ഉണ്ടായിരുന്നു. ആ ദേവി സ്വന്തം പാർഷദരാൽ സേവിതയായിരുന്നു. 100 സൂര്യന്മാരുടെ തേജസ്സായിരുന്നു ദേവിക്ക് അപ്പോൾ. അതിനുശേഷം ദേവി മേഘഗംഭീരമായ സ്വരത്തിൽ ഇപ്രകാരം പറഞ്ഞു. ശ്രീ യോഗമായോവാച പരിപൂർണതമഃ സാക്ഷാത് ശ്രീകൃഷ്ണോ ഭഗവാൻ സ്വയം ജാതഃ ക്വാദു തേ ഹന്ത വൃഥാദീനാം ദുനോഷി വൈം. ദേവി പറയുകയാണ്, അല്ലയോ കംസ, നിന്നെ കൊല്ലാൻ പോകുന്ന പരിപൂർണതമനായ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ അവതരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ ദീനയായ ദേവകി മാതാവിനെ നീ വെറുതെ ദുഃഖിപ്പിക്കുകയാണ് എന്ന്. ശ്രീ നാരദ ഉവാച ഇത്യുക്താ തം തദോ ദേവി ഗദാ വിന്ധ്യാചലേ ഗിരൗ യോഗമായാ ഭഗവതി ബഹുനാമാമഭൂവഃ അഥ കംസോ വിസ്മിതോ ഭൂശ്രുത്വാ മായാവചഃ പരം ദേവകീം വാസുദേവം ച മോചയാമാസ ബന്ധനാത്. നാരദമുനി തുടരുകയാണ്. കംസനോട് അപ്രകാരം പറഞ്ഞ് യോഗമായ ദേവി വിന്ധ്യാപർവ്വതത്തിലേക്ക് പോയി. അവിടെ ദേവി അനേകം പേരുകളിൽ പ്രശസ്തയായി. യോഗമായയുടെ ആ വാക്കുകൾ കേട്ടിട്ട് കംസന് വളരെയധികം ആശ്ചര്യം തോന്നുകയും ദേവകിയെയും വസുദേവരെയും ഉടൻ തന്നെ മോചിപ്പിക്കുകയും ചെയ്തു. കംസ ഉവാച പാപോഹം പാപകർമാഹം ഖലോ യദുകുലാഥമഃ യുഷ്മത്പുത്രപ്രഹന്താഹം ക്ഷമത്വം മേ കൃതം ഭുവി യേ സ്വസ്യ ശൃണു മേ ശൗരേ മന്യേ കാലകൃതം ത്വിദം യേന നിശ്ചാല്യമാനോ വായുനേവ ഘനാവലീം വിശ്വസ്തോ അഹം ദേവവാക്യാൻ ദേവാസ്തേऽപ്യമൃഷാ ഗിരഃ ന ജാനാമി ക്വമേ ശത്രുർജാതകൗ കഥിതോ അനയാം. കംസൻ പറയുകയാണ്, അല്ലയോ പ്രിയപ്പെട്ട സഹോദരി ഭർത്താവേ, ഞാൻ പാപിയാണ്. എൻ്റെ കർമ്മങ്ങളും പാപങ്ങൾ നിറഞ്ഞതാണ്. ഞാൻ ഈ യദുവംശത്തിലെ മഹാനീചനും ദുഷ്ടനുമാണ്. ഈ ഭൂതലത്തിൽ താങ്കളുടെ പുത്രന്മാരുടെ ഹന്താവ് ഞാനാണ്. ഞാൻ ചെയ്ത അപരാധങ്ങൾ മുഴുവൻ എന്നോട് ക്ഷമിച്ചാലും എൻ്റെ വാക്കുകൾ നിങ്ങൾ കേൾക്കൂ. ഇതെല്ലാം കാലം ചെയ്യിച്ചതാണ്. വായു ഏതു വിധത്തിലാണോ മേഘങ്ങളെ സ്വന്തം ഇഷ്ടമുള്ളിടത്തേക്ക് കൊണ്ടുപോകുന്നത്,
അതുപോലെ കാലം എന്നെയും സ്വന്തം ഇഷ്ടമനുസരിച്ച് നടത്തിക്കൊണ്ടുപോയി. ഞാൻ ദൈവവാക്യം വിശ്വസിച്ചു. എന്നാൽ ദേവതമാരും അസത്യവാദികളായി. എൻ്റെ ശത്രു ഭൂമിയിൽ അവതീർണനായിരിക്കുന്നുവെന്ന് യോഗമായ പറഞ്ഞിരിക്കുന്നു. എന്നാൽ എവിടെയാണെന്ന് എനിക്ക് അറിയാൻ കഴിയുന്നില്ല. ശ്രീനാരദ ഉവാച ഇത്തം കംസസ്തദം ഗ്രോക്ഷ്യ പതിതോ അശ്രുമുഖോരുദൻ ചകാര സേവാം പരമാം സൗഹൃദം ദർശയംസ്തദയോഃ അഹോ ശ്രീകൃഷ്ണചന്ദ്രസ്യ പരിപൂർണതമപ്രഭോ ദാനദക്ഷൈകടാക്ഷൈശ്ച കിം ന സ്യാദ് ഭൂമിമണ്ഡലേ പ്രാതഃകാലേ തദാ കംസഃ പ്രലംബാദീൻ മഹാസുരാൻ സമാഹൂയ കലസ്തേഭ്യോ അവദദുക്തശ്ച മായയാം. നാരദമുനി തുടരുകയാണ്, അല്ലയോ രാജാവേ, ഇപ്രകാരം പറഞ്ഞ കംസൻ സഹോദരിയുടെയും സഹോദരി ഭർത്താവിൻ്റെയും കാലിൽ വീഴുകയും പൊട്ടിപ്പൊട്ടി കരയുകയും ചെയ്തു. കംസന്റെ മുഖത്തു നിന്നും കണ്ണുനീർ ഒലിക്കുന്നുണ്ടായിരുന്നു. കംസൻ അവരോട് വളരെ സൗഹാർദ്ദം കാണിച്ചുകൊണ്ട് അവരെ സേവിച്ചു. അഹോ പരിപൂർണതമനായ പ്രഭു ശ്രീകൃഷ്ണ ഭഗവാന്റെ ദയാദാന ദക്ഷ കടാക്ഷങ്ങൾ കൊണ്ട് ഭൂതലത്തിൽ എന്താണ് സാധിക്കാത്തത്? അടുത്ത ദിവസം രാവിലെ ദുരാത്മാവായ കംസൻ പ്രലംബൻ മുതലായ വലിയ വലിയ അസുരന്മാരെ വിളിക്കുകയും യോഗമായ പറഞ്ഞ കാര്യം പറഞ്ഞറിയിക്കുകയും ചെയ്തു. കംസൻ ഭയഭീതനായിരുന്നു. ഭയം കൊണ്ട് കംസന്റെ ബുദ്ധി ചാഞ്ചല്യം സംഭവിച്ചുകൊണ്ടേയിരുന്നു. കുറച്ചുനേരം ദേവകി മാതാവിനോടും വസുദേവരോടും സ്നേഹത്തോടെയും താഴ്മയോടെയും പെരുമാറും. പക്ഷെ അടുത്ത നിമിഷം തന്നെ കംസന്റെ മനസ്സിൽ ഭയം വരും. തൻ്റെ അന്തകനായ ശ്രീകൃഷ്ണൻ എവിടെയോ അവതരിച്ചിരിക്കുന്നു, എങ്ങനെയും കൃഷ്ണനെ ഇല്ലാതാക്കണം. അങ്ങനെ ചിന്തിച്ച് ഭയഭീതനായി കംസൻ നേരം വെളുപ്പിച്ചു. രാവിലെ തന്നെ തൻ്റെ കൂട്ടുകാരായ അസുരന്മാരെയെല്ലാം അടുത്ത് വിളിച്ചു വരുത്തി. കംസ ഉവാച ജാതോ മീഹ്യന്തകൃത് ഭൂമൗ കഥിതോ യോഗമായയാം അനിർദശാനിർദശാംശ്ച ശിശൂൻ യൂയം ഹനിഷ്യതാം. എൻ്റെ അന്തകനായ കൃഷ്ണൻ എവിടെയോ ജനിച്ചിരിക്കുന്നു, എന്നാൽ എനിക്ക് അറിയാൻ കഴിയുന്നില്ല അവൻ എവിടെയാണ് ജനിച്ചതെന്ന്. അതുകൊണ്ട് കംസൻ പറയുകയാണ്, 10 ദിവസത്തിനുള്ളിൽ ജനിച്ച മുഴുവൻ കുട്ടികളെയും നിങ്ങൾ കൊല്ലുക എന്ന്. തൻ്റെ കൂട്ടുകാരായ അസുരന്മാർക്ക് കംസൻ നിർദ്ദേശിക്കുകയാണ്. കംസന്റെ ബുദ്ധിയുടെ ആ സ്ഥിരതയില്ലായ്മയാണ് ഇവിടെ കാണുന്നത്. ദേവകി മാതാവിൻ്റെയും വസുദേവരുടെയും കാൽക്കൽ വീണ് മാപ്പ് പറഞ്ഞ് കരയുകയും ചെയ്തു. എന്നാൽ അടുത്ത നിമിഷം തന്നെ ആ ക്രൂരഭാവം ഉള്ളിലേക്ക്, അസുരഭാവം ഉള്ളിലേക്ക് വരികയും ചെയ്തു. അങ്ങനെയാണ് പറയുന്നത്, ഈ 10 ദിവസത്തിനുള്ളിൽ ജനിച്ച എല്ലാ ശിശുക്കളെയും കൊല്ലുക എന്ന്. എത്ര പാപകരമായ നീചകരമായ പ്രവൃത്തിയാണ്. ദൈത്യ ഊചുഹും സജ്ജസ്യ ധനുഷോ യുദ്ധേ ഭവദാ ദ്വന്ദ്വയോധിനാ ഡങ്കാരേണോദ്ഗതാ ദേവ മന്യസേ തൈ കഥം ഭയം ഗോവിപ്രസാദുശ്രുതയോ ദേവാധർമാദയഃ പരേ വിഷ്ണോശ്ചദനവോ ഹേഷാം നാശേ ദൈത്യബലം സ്മൃതം. കംസൻ പറയുകയാണ്, കംസനോട് തൻ്റെ കൂട്ടുകാരായ അസുരന്മാര് പറയുകയാണ്, താങ്കൾ ദ്വന്ദ്വയുദ്ധത്തിന് പോയപ്പോൾ രണഭൂമിയിൽ താങ്കൾ കുലച്ചിരുന്ന വില്ലിന്റെ കമ്പനം കേട്ടിട്ട് മുഴുവൻ ദേവന്മാരും പേടിച്ചോടിയിരുന്നില്ലേ? പിന്നെ എന്തിനാണ് ഇത്ര ഒരു നിസ്സാര കാര്യത്തിന് അങ്ങ് ഭയപ്പെടുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത്. അവർ പിന്നീട് പറയുകയാണ്, പശുക്കൾ, ബ്രാഹ്മണർ, സാധുജനങ്ങൾ, വേദങ്ങൾ, ദേവതമാർ, ധർമ്മം, യജ്ഞം മുതലായ മറ്റു തത്വങ്ങൾ എന്നിവയാണ് വിഷ്ണുവിന്റെ ശരീരമായി കണക്കാക്കിയിരിക്കുന്നത്. അവയുടെ വിനാശത്തിലാണ് ദൈത്യന്മാരുടെ ബലം. താങ്കളുടെ ശത്രുവായ മഹാവിഷ്ണു ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ പശുക്കൾ, ബ്രാഹ്മണർ എന്നിവരെ വിശേഷിച്ചും ദ്രോഹിക്കുകയാണ് വേണ്ടതെന്ന് അസുരന്മാരായ ദുഷ്ടബുദ്ധികളായ തൻ്റെ കൂട്ടുകാരുടെ ഉപദേശമാണ്. ശ്രീനാരദ ഉവാച ഇത്തം മഹോദ്ഭടാ ദുഷ്ടാ ദൈതേയാ കംസനോദിതാഃ ദുദ്രുവുഃഖം ഗവാദിഭ്യോ ജന്യുർജാതാംശ്ച ബാലകാൻ
समुद्राद् भूमितले विशन्दश्च गृहे गृहे कामरूपधरा दैत्याश्चेरु सर्वा खवो इव उद्भटा दैत्यास्तत्रापि कंसनोदिताः കംസൻ കൊടുത്ത ആജ്ഞ അനുസരിച്ചിട്ട് ഇങ്ങനെ ദുഷ്ടന്മാരായ ഈ ദൈത്യന്മാർ അസുരന്മാർ ആകാശമാർഗേണ യാത്ര ചെയ്ത് പശുക്കൾ ബ്രാഹ്മണർ എന്നിവരെ പീഡിപ്പിക്കുവാനും നവജാത ശിശുക്കളെ കൊല്ലുവാനും തുടങ്ങി. എല്ലാ സ്ഥലങ്ങളിലും സ്വന്തം ഇഷ്ടമനുസരിച്ച് രൂപം മാറാൻ കഴിവുള്ള ആ ദൈത്യന്മാർ സർപ്പങ്ങളുടെയും എലികളുടെയും പോലെ വീടുകൾ തോറും പ്രവേശിക്കുവാനും അവരെ ഉപദ്രവിക്കുവാനും തുടങ്ങി. അവരുടെ സ്വഭാവം കൊണ്ട് തന്നെ അസുര പ്രവൃത്തികൾക്ക് ആക്കം വർദ്ധിപ്പിച്ചു. കപിസുരാപ്യലിഹതോ ഭൂതഗ്രസ്ത ഇവാഭവൻ വൈദേഹി മൈഥില നരേന്ദ്ര ഉപേന്ദ്ര ഭക്ത ധർമ്മിഷ്ഠ മുഖ്യസുതപോ ജനക പ്രതാപിൻ ഏതത് സദാം ച ഭുവി ഹേളനമംഗരാജൻ സർവം ഛിനത്തി ബഹുലാശ്വ ചതുഷ്പദാർത്ഥാൻ. നാരദമുനി പറയുകയാണ്, ഒന്നാമതായി കുരങ്ങ്, രണ്ടാമതായി അത് കള്ളു കുടിച്ചിരിക്കുന്നു, മൂന്നാമതായി അതിനെ തേളും കടിച്ചിരിക്കുന്നു. ഈ അവസ്ഥയിലാണ് അസുരന്മാർ അപ്പോൾ ഉണ്ടായിരുന്നത്. അവർ അത്രത്തോളം സാധുജനങ്ങളെയും ബ്രാഹ്മണരെയും ഉപദ്രവിക്കുവാനും നവജാത ശിശുക്കളെയെല്ലാം കൊല്ലുവാനും തുടങ്ങി. ദുഷ്ടപ്രവൃത്തികൾ ചെയ്യുന്നതിന് ഒരു മടിയുമില്ല. അതിൻ്റെ കൂടെ കംസന്റെ ആജ്ഞയും കൂടി ആയപ്പോൾ അവർ സന്തോഷത്തോടെ ധൈര്യത്തോടെ ഇങ്ങനെ ദുഷ്ടപ്രവൃത്തികൾ ചെയ്യുവാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. നാരദമുനി തുടർന്ന് പറയുകയാണ്, വിദേഹകുല നന്ദനനും മൈഥില നരേശനും വിഷ്ണുഭക്തനും ധർമാത്മാക്കളിൽ മുഖ്യനും പരമതപസ്വിയും പ്രതാപിയും അംഗരാജനുമായ അല്ലയോ ബഹുലാശ മഹാരാജാവേ, അങ്ങനെ ഭൂമിയിൽ സാധുജനങ്ങളോടുള്ള ഈ അവഹേളന ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നീ 4 പുരുഷാർത്ഥങ്ങളും നശിപ്പിക്കുന്നതായി തീർന്നു എന്നാണ് നാരദമുനി പറയുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തത് അധ്യായം 12 ശ്രീകൃഷ്ണ അവതാര ഉത്സവമാണ്. അത് നമുക്ക് അടുത്ത ആഴ്ച നോക്കാം. സർവം കൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.